വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ് കെമിസ്ട്രിയിൽ വരുന്നത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, സെക്കൻഡ് അഡീഷൻ റിയാക്ഷൻ, തേർഡ് എലിമിനേഷൻ റിയാക്ഷൻ, ദെൻ ഫോർത്ത് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ അഡീഷൻ റിയാക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, ഇലക്ട്രോഫിലിക് അഡീഷനും ന്യൂക്ലിയോഫിലിക് അഡീഷനും. ദെൻ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ആറ്റത്തിനെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മോളിക്യൂളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. ദെൻ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവും. ആ മോളിക്യൂളിലെ എലമെന്റ്സിനെ അല്ലെങ്കിൽ ആറ്റംസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് പുതിയൊരു കാർബൺ മോളിക്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ടൈപ്പ് ഓഫ് റിയാക്ഷൻസും നമ്മൾ വരുന്ന സെക്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ സ്ട്രക്ചേഴ്സിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ആണ് മെയിൻലി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ വരുന്നത്. ഫസ്റ്റ് ascyclic or open chain compounds, then second cyclic or closed chain or ring compounds. Again നമ്മൾ ഈ cyclic or closed chain or ring compoundsനെ classify ചെയ്യുന്നുണ്ട് as homocyclic or carbocyclic compounds and as heterocyclic compounds. Then വീണ്ടും നമ്മൾ homocyclic or carbocyclic compoundsനെ classify ചെയ്യുന്നത് as alicyclic compounds and aromatic compounds. Then finally aromatic compoundsനെ നമ്മൾ വീണ്ടും benzoid compoundsഉം non benzoid compoundsഉം ആക്കിയിട്ടാണ് classify ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് acyclic or open chain compounds എന്ന് പറയുന്നത് അവർക്ക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ടൈപ്പ് ഓഫ് ചെയിൻ കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഈതെയ്ൻ, അസറ്റാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ഐസോബ്യൂട്ടൈൻ ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇവിടെ ഈതെയ്ന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. ദെൻ ബാക്കിയുള്ള കേസ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചഡ് ടൈപ്പ് ഓഫ് ചെയിൻ കോമ്പൗണ്ട് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആലിസൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ നമ്മൾ കാർബൺ ആറ്റംസ് ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിൽ കാർബൺ ആറ്റംസ് ഒരു റിംഗ് ഫോമിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഹോമോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും പറയാം. ഓക്കെ, ഇനി ചില കേസസിൽ ആറ്റംസ് അതർ ദാൻ കോമ്പൗണ്ട് ആ ഒരു റിംഗിൽ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് ഈ ഒരു അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ആലിഫാറ്റിക് കോമ്പൗണ്ട്സിന് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോഹെക്സൈൻ, സൈക്ലോഹെക്സീൻ, ടെട്രാഹൈഡ്രോഫ്യൂറൈൻ ഇതൊക്കെയാണ് ആലിസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ ബെൻസീൻ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതർ റിംഗ് കോമ്പൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ബെൻസിനോയിഡ് ഒക്കെയാണ് ഈ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഇനി ആലിസൈക്ലിക് കോമ്പൗണ്ട്സിനെ പോലെ തന്നെ ഈ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്സിനും ഹെട്രോ ആറ്റംസ് അതിന്റെ റിംഗിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട്സിന്റെ വേറൊരു പേര് വരുന്നത് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബെൻസീൻ, അനിലിൻ, നാഫ്തലിൻ ഇതൊക്കെയാണ് ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പേര് വരുന്നത്. എക്സാമ്പിൾ വരുന്നത്. ഇനി നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ട്രോപ്പോലിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾസ് ആണ് ഫ്യൂറാൻ, തയോഫീൻ, പിരിഡിൻ എക്സെട്ര. ഓക്കെ, ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമ്മൾ ഇതിനെ ഫാമിലീസ് അല്ലെങ്കിൽ ഹോമോലോഗ് സീരീസ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് മെയിൻ ആയിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ,
ഇതെന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ നമ്മൾ ഒരു സ്പെസിഫിക് മാനറിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ CHO ഗ്രൂപ്പ്, ഓർ കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH ഗ്രൂപ്പ്. ഇതൊക്കെയാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ വരുന്നത്. ഇനി ഹോമോലോഗസ് സീരീസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്? ഇനി ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. പ്ലസ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെമ്പേഴ്സ് ഓഫ് സീരീസിനെ നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഹോമോലോഗസ് സീരീസിന് ഒരു ജനറൽ മോളിക്കുലർ ഫോർമുല ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഹോമോലോഗസ് സീരീസിലെ സക്സസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് അതിന്റെ മോളിക്കുലർ ഫോർമുലയിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് CH2 ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോമോലോഗസ് സീരീസിന് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ഹാലോ ആൽക്കെയിൻസ്, ആൽക്കനോൾസ്, ആൽക്കനാൽസ്, ആൽക്കനോയിക് ആസിഡ്, അമീൻസ്, ആൽക്കനോൺസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഹോമോലോഗസ് സീരീസിന്. നെക്സ്റ്റ് വരുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിങ്, IUPAC നെയിമിങ് എങ്ങനെയാ വരുന്നതെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസിന്റെ കേസിൽ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ് വരുന്നത് ഇങ്ങനെയാണ്. അവരുടെ ആ ഒരു ചെയിൻ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെയിമിങ് വരുന്നത്. ഓക്കെ, അതായത് എൻഡിങ്ങിൽ, ആ ഒരു നെയിമിങ്ങിന്റെ എൻഡിങ്ങിൽ നമ്മളൊരു സഫിക്സ് ANE കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ പ്രിഫിക്സ് വരുന്നത് എന്താണ്? എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആ ഒരു ചെയിൻ സ്ട്രക്ചറിൽ പ്രസന്റ് ആയിട്ടുണ്ടോ അതായിരിക്കും നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ആൽക്കെയിൻസിന്റെ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്? CH2 ഗ്രൂപ്പ് വെച്ചിട്ടാണ് ആ ഒരു ചെയിനിൽ ആൽക്കെയിൻസ് ഡിഫർ ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ഹോമോലോഗസ് ഓഫ് ആൽക്കെയിൻ സീരീസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH4 കോമ്പൗണ്ടിന്റെ നെയിം വരുന്നത് മീതെയിൻ എന്നാണ്. H3CCH2CH2CH3 ഇതിനെ നമ്മൾ N-ബ്യൂട്ടൈൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ, അപ്പൊ ബ്യൂട്ടൈൻ ആണ്. Therefore N-ബ്യൂട്ടൈൻ. ഇനി H3C2CHCH3 ഇതെന്താണ്? ഐസോബ്യൂട്ടൈൻ ആണ്. അതുപോലെ കുറച്ച് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CH3CH CH2CH CH3. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ബ്രാഞ്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ആണ്. ദെൻ ബാക്കി ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിരിക്കുന്ന 2 എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ OHഉം BRഉം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിട്ടും CH3 എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേരന്റ് ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും എപ്പോഴും വരുന്നത്. ഇനി നെക്സ്റ്റ് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ബ്രാഞ്ച്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് ചെറിയ സ്മോൾ ചെയിൻസ് ഓഫ് കാർബൺ ആറ്റംസ് ആ ഒരു പേരന്റ് കാർബൺ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ പേരന്റ് കാർബൺ ആറ്റത്തിലേക്ക് ഒരു ചെയിൻ പോലെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് പേരന്റ് കാർബൺ ആറ്റത്തിന്റെ ചെയിൻ എങ്കിൽ ഇങ്ങനെ താഴേക്കും മേളിലേക്കൊക്കെ ആയിട്ട് ബ്രാഞ്ച്ഡ് ചെയിൻസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിനെയാണ് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സ്മോൾ കാർബൺ ചെയിൻസിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ് മെയിൻലി പറയുന്നത്. ഓക്കെ, അപ്പം ഈ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് നമ്മൾ ആ ഒരു പേരന്റ് ആൽക്കൈലിന് പ്രിഫിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിറൈവ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്നാണ് ബൈ റിമൂവിങ് ഹൈഡ്രജൻ ആറ്റം ഫ്രം കാർബൺ ആറ്റം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH3 സ്ട്രക്ചറൽ ഫോർമുലയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം വരുന്നത് മീഥൈൽ എന്നാണ്. CH2CH3 ആണെങ്കിൽ ഈഥൈൽ എന്ന് വരും. ദെൻ CH2CH2CH3 ആണെങ്കിൽ പ്രൊപ്പൈൽ എന്ന് വരും. ദെൻ CH2CH2CH2CH3 ആണെങ്കിൽ ബ്യൂട്ടൈൽ എന്ന് വരും. ഓക്കെ, ഇതാണ് എക്സാമ്പിൾസ് വരുന്നത്.
ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസിന്റെ നോമൻക്ലേച്ചറിന്റെ ടൈമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻ കിട്ടിയാൽ അതിന്റെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു കാർബൺ ചെയിനിന് നമ്പറിങ് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റം ഏതാണോ അതിന് ലോവസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ നമ്പർ വരുന്ന രീതിക്കാണ് നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത്. ഇനി ബ്രാഞ്ചിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഏതാണോ അതാണ് നമ്മൾ ആ ഒരു പേരന്റ് ആൽക്കൈലിന് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുന്ന നെയിമിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പൊസിഷൻ ഏതാണോ അതാണ് ആ ഒരു അപ്രോപ്രിയേറ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആ ഒരു ചെയിനിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ ആ ഒരു പ്ലേസ്മെന്റ് നടത്തുന്നത്. ഇനി ഒന്നോ അതിൽ കൂടുതലോ ഐഡന്റിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ഇപ്പൊ ആ ഒരു ചെയിനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാഞ്ച് നമ്പേഴ്സിനെ ബ്രാഞ്ചിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് വെച്ചിട്ടായിരിക്കും. ഇനി രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഇക്വലന്റ് പൊസിഷനിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ലോവർ നമ്പർ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിനായിരിക്കും നമ്മൾ ആ ഒരു ലോവസ്റ്റ് നമ്പർ കൊടുക്കുന്നത്. ഇനി റൂട്ട് ആൽക്കൈനിലേക്ക് അല്ലെങ്കിൽ പേരന്റ് ആൽക്കൈനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിനെ ആയിരിക്കും നമ്മൾ നമ്പറിംഗ് 1 കൊടുക്കുന്നത്. ഇനി ഈക്വൽ സൈസ് ഉള്ള അല്ലെങ്കിൽ ഈക്വൽ കാർബൺ ആറ്റം ഉള്ള രണ്ട് ചെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? മോർ നമ്പർ ഓഫ് സൈഡ് ചെയിൻസ് എവിടെയാണോ വരുന്നത് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്ന ആ ഒരു എൻഡ് പോർഷനിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു നമ്പറിങ് കൊടുക്കുന്നത്. സോ അപ്പൊ ഇത്രയാണ് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കൈൻസിന്റെ ടൈമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ആ കാർബൺ ആറ്റത്തിനായിരിക്കും ലോവസ്റ്റ് പോസിബിൾ നമ്പർ ആ ഒരു ഓർഗാനിക് ചെയിനിൽ വരുന്നത്. ഇനി പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അതായത് മോർ ദാൻ വൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ആദ്യമേ സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നീട് നമ്മൾ ആ ഒരു കോമ്പൗണ്ടിനെ അതിന്റെ ബേസിസിൽ നെയിമിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള റിമൈനിങ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ സബോർഡിനേറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അപ്രോപ്രിയേറ്റ് പ്രിഫിക്സ് വെച്ചിട്ട് അതിനെ പിന്നീട് നെയിം ചെയ്യുന്നു. ഇനി ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ബെൻസീൻ റിംഗ് ഡീസബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ എന്താ ചെയ്യുക? ദ പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഈസ് ഡിഫൈൻഡ് ബൈ നമ്പറിംഗ് ദി carbon atoms of ring such that substituents are located at the lowest possible number. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ നമ്പറിങ് വരുന്ന രീതിക്കാണ് ആ ഒരു ബെൻസീൻ റിംഗ് ഡീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രിവിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൽ നമ്മൾ ഓർത്തോ, മെറ്റ, പാര ഈ ടൈപ്പ് ഓഫ് പ്രിഫിക്സസ് ആയിരിക്കും നമ്മൾ റിലേറ്റീവ് പൊസിഷൻസ് ലൈക്ക് 1, 2, 1, 3, 1, 4 ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ട്രൈ ഓർ ഹയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ ഡെറിവേറ്റീവ്സിന് നമുക്ക് ഈ പ്രിഫിക്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യുക? അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഓഫ് ബെൻസിൻ ഡെറിവേറ്റീവ്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് പൊസിഷൻസ് ആ റിങ്ങിൽ ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. ഇനി ബേസ് കോമ്പൗണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റിനെ നമ്മൾ നമ്പർ 1 അസൈൻ ചെയ്യും. And then the direction of numbering is chosen such that the next substituent gets the lowest number. ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആൽക്കൈനിലേക്കാണ് ഈ ബെൻസീൻ റിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എ പേരന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഇൻ കോവാലന്റ് ബോണ്ട്സ് ആണ്. ഒരു ഓർഗാനിക് മോളിക്യൂളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ചെയ്യുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഈ ഒരു ഫിനോമിനൻ ഹാപ്പൻ ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ആറ്റം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ഓർ അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെന്റ് വഴി
അവിടെ എന്താണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള പോളറൈസേഷൻ ഓഫ് ബോണ്ട് അവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി ടെമ്പററി ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് നമ്മൾ ഒരു മോളിക്യൂളിൽ കാണുന്നത്. എപ്പോ ഒരു റിയേജന്റ് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ പോളറൈസബിലിറ്റി എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ എഫക്റ്റും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു മോളിക്യൂളിൽ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ബോണ്ടഡ് ഇലക്ട്രോൺസിന്റെ അൺഈക്വൽ ഷെയറിങ് കാരണം അവിടെ ഒരു പെർമനന്റ് ഡൈപോള് ഒക്കർ ചെയ്യുന്നു അല്ലെങ്കിൽ എറൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ പ്രോസസ്സിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് സിഗ്മ ടൈപ്പ് ഓഫ് ബോൺസിലാണ് ഇത് എറൈസ് ചെയ്യുന്നത്. നമ്മളൊരു കാർബൺ ചെയിനിലേക്ക് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു കറസ്പോണ്ടിങ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കാർബൺ ചെയിനിൽ കൂടി റിലേ ആവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാരണം അവിടെ ആ ഒരു മോളിക്യൂളിൽ പെർമനന്റ് ഡൈപോള് ക്രിയേറ്റ് ആവുന്നു. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ട് നമുക്കൊരു കോമ്പൗണ്ടിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ EW ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിന്റെ അസിഡിറ്റിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു കോമ്പൗണ്ടിന്റെ അസിഡിറ്റിനെ ഡിക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് ബേസിക് ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് CH3CH2Cl ആണ്. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇതിന്റെ വേറൊരു പേരാണ് ഇ എഫക്റ്റ് എന്നുള്ളത്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ഈ ഒരു ഇലക്ട്രോമെറിക് എഫക്റ്റ് കൂടുതലും എക്സിബിറ്റ് ചെയ്യുന്നത്. ഈ ഒരു എഫക്റ്റ് ഹാപ്പൻ ചെയ്യാനായിട്ട് നെസസറി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് റിയേജൻസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്റ്റില് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എഫക്റ്റ് സ്റ്റോപ്പ് ആവുന്നത് എപ്പോഴാണ്, നമ്മൾ ആ ഒരു റിയാക്ഷനിൽ അറ്റാക്കിംഗ് റിയേജന്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോമെറിക് എഫക്റ്റ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ ഇ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് സിംബോളിക്കലി പറയുകയാണെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ആരോ ആണ് ഇതിന്റെ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സിംബോളിക്കലി യൂസ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിനെ നമ്മൾ പ്ലസ് ഇ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ എഫക്റ്റിൽ സംഭവിക്കുന്നത്, ആ ഒരു റിയേജന്റ് അറ്റാക്കിംഗ് റിയേജന്റ് ഏത് ആറ്റത്തിലേക്കാണോ അറ്റാച്ച്ഡ് ആവുന്നത് ആ ഒരു ആറ്റത്തിലേക്കായിരിക്കും പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച്ഡ് ആവാത്ത ആറ്റത്തിലേക്കായിരിക്കും പൈ ഇലക്ട്രോൺസ് ഈ കേസിൽ ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്, ഇത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിന്റെ എക്സാമ്പിളും ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റെസൊണൻസ് എഫക്റ്റ് ആണ്. അപ്പൊ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മോളിക്യൂളിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഒരു പൊളാരിറ്റിനെയാണ് നമ്മൾ ഈ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ പൊളാരിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്, ഒന്നില്ലെങ്കിൽ രണ്ട് പൈ ബോണ്ട്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം, അല്ലെങ്കിൽ പൈ ബോണ്ടും അഡ്ജസന്റ് ആറ്റത്തില് പൈ ബോണ്ടിന്റെ അഡ്ജസന്റ് ആറ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം അറൈസ് ചെയ്യുന്ന പൊളാരിറ്റി. അപ്പൊ ഇങ്ങനെ അറൈസ് ചെയ്യുന്ന ആ ഒരു പൊളാരിറ്റിനെയാണ് നമ്മൾ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ട് ടൈപ്പ് ഓഫ് റെസൊണൻസ് എഫക്ട്സ് ആണ് വരുന്നത്. പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ പ്ലസ് ആർ എഫക്റ്റും നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മൈനസ് ആർ എഫക്റ്റും ആണ് വരുന്നത്. ഇനി പ്ലസ് ആർ എഫക്റ്റിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എവേ ഫ്രം ആറ്റം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് ആർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ആറ്റം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഇനി പ്ലസ് ആർ എഫക്റ്റിന് എക്സാമ്പിൾ വരുന്നത് ഹാലോജൻ, OH ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, OCOR ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്,
NHR ഗ്രൂപ്പ്, NR2, NHCOR ഗ്രൂപ്പ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇനി മൈനസ് ആർ എഫക്റ്റിന് എക്സാമ്പിൾസ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, CN ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ്. ഓക്കെ. നെക്സ്റ്റ് എഫക്റ്റ് വരുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. ഇതൊരു സ്റ്റെബിലൈസിംഗ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എ പെർമനന്റ് എഫക്റ്റ്. ഇതിൽ മെയിൻ ആയിട്ട് ആൽക്കലൈൽ ഗ്രൂപ്പിലുള്ള CH ബോണ്ടിന്റെ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ. ഈ ആൽക്കലൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഓഫ് ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ അൺഷെയർഡ് p ഓർബിറ്റലിന്റെ ആറ്റത്തിലേക്ക് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ സിഗ്മ ഇലക്ട്രോൺസ് എന്താണ് സംഭവിക്കുന്നത്? CH ബോണ്ട് ഓഫ് ആൽക്കലൈൽ ഗ്രൂപ്പിന്റെ സിഗ്മ ഇലക്ട്രോൺസ് അൺഷെയർഡ് ആയിട്ടുള്ള p ഓർബിറ്റലിലേക്ക് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ പാർഷ്യൽ കോൺജുഗേഷൻ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈഥൈൽ കാറ്റയോണിന്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റത്തിന് ഒരു എംപ്റ്റി ആയിട്ടുള്ള p ഓർബിറ്റൽ ഉണ്ട് അല്ലെ. അപ്പം ഇവിടെ ഒരു CH ബോണ്ട് ഓഫ് മീഥൈൽ ഗ്രൂപ്പിന് പ്ലെയിൻ ഓഫ് ആ ഒരു എംപ്റ്റി p ഓർബിറ്റലുമായിട്ട് അലൈൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. And electrons constituting the CH bond in plane with this p orbital that can then be delocalized into empty p orbital. അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹോമോലിറ്റിക് ആൻഡ് ഹെറ്ററോലിറ്റിക് ഫിഷന്റെ ഒരു കമ്പാരിസൺ ആണ്. ഹോമോലിറ്റിക് ഫിഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ട് ഈവൻലി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് ഹോമോലിറ്റിക് ഫിഷൻ ഒക്കർ ചെയ്യുന്നത്. ദെൻ ഹെറ്ററോലിറ്റിക് ഫിഷൻ എന്ന് പറയുന്നത് ഒരു കോവാലന്റ് കെമിക്കൽ ബോണ്ട് അൺഈവൻലി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒക്കർ ചെയ്യുക. ഇനി ഹോമോലിറ്റിക് ഫിഷന്റെ കേസിൽ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? ഇസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ടു ആറ്റംസ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെറ്ററോലിറ്റിക് ഫിഷൻ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒരു സിംഗിൾ ആറ്റത്തിലേക്കായിരിക്കും മൂവ് ഓൺ ചെയ്യുന്നത്. ഇനി ഹോമോലിറ്റിക് ഫിഷന്റെ കേസിൽ it results in the formation of atoms with single unpaired electron. Heterolytic fissionന്റെ കേസിലാണ് അവിടെ അയോൺസ് ആണ് ഫോം ചെയ്യുന്നത് ഫൈനലി. ഓക്കെ. ഇനി ഹോമോലിറ്റിക് ഫിഷനിൽ റിസൾട്ടന്റ് ആറ്റംസ് രണ്ടിനും ഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജസ് ആയിരിക്കും. ദെൻ ഹെറ്ററോലിറ്റിക് ഫിഷന്റെ കേസിലാണെങ്കിൽ റിസൾട്ടിങ് ആറ്റംസിന് രണ്ടിനും ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഉള്ളത്. അതായത് അൺഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജസ് ആയിരിക്കും ആ ഒരു റിസൾട്ടിങ് ആറ്റത്തിന് കിട്ടുന്നത്. ഓക്കെ. ഇനി ഹോമോലിറ്റിക് ഫിഷനിൽ ഫൈനലി ഫോം ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ടന്റ് ആറ്റത്തിന് സിംഗിൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഫ്രീ റാഡിക്കൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി ഹെറ്ററോലിറ്റിക് ഫിഷന്റെ കേസിലാണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ അയോണിന് നമ്മൾ പറയുന്നത് കാറ്റയോൺ എന്നാണ്. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിലോ ആനയോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഹോമോലിറ്റിക് ഫിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ്. ദെൻ ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണെങ്കിലോ അത് മോസ്റ്റ്ലി ഓൾ കെമിക്കൽ റിയാക്ഷൻസിലും ഈ ഒരു ഹെറ്ററോലിറ്റിക് ഫിഷൻ ഒക്കർ ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രോൺ ഫ്രം ഒരു ബോണ്ടഡ് പെയറിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ഒരു ആറ്റം ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്കുലാർ സ്പീഷീസ് ആണ്. അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും അറ്റോമിക് ഓർബിറ്റലിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റിയും ഈ ഒരു ഫ്രീ റാഡിക്കൽസിന് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസിൽ ഉള്ള അതേ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും ഈ ഒരു ഫ്രീ റാഡിക്കൽസും എക്സിബിറ്റ് ചെയ്യുന്നത്. ഇത് ഓക്സിഡൻസ് ആയിട്ടും റിഡക്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും ബൈ ഗീവിംഗ് ഓർ റിസീവിംഗ് ആൻ ഇലക്ട്രോൺ ഫ്രം അതർ മോളിക്യൂൾസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ് ആൻഡ് ഓൾസോ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ. ഇത് നോർമലി ഈ ഫ്രീ റാഡിക്കൽസ് നമ്മൾ ഹോമോലിറ്റിക് ബോണ്ട് ഫിഷൻ പ്രോസസ് വഴിയാണ് നോർമലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. They are extremely reactive compounds with odd electronic configuration. ഈ നമ്മൾ പറഞ്ഞു അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ എന്താണ് ഇംപ്ലൈഡ് ആവുന്നത്? പാരാമാഗ്നറ്റിക് ഉണ്ട്. അവർക്കൊരു സ്മോൾ പെർമനന്റ് മാഗ്നറ്റിക് മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യും ഈ ഒരു ഫ്രീ റാഡിക്കൽസ്. ഓക്കെ.
ഫ്രീ റാഡിക്കൽസ് ഹൈലി റിയാക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി കൂടി ഫ്രീ റാഡിക്കൽസിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ആ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു മോളിക്യൂളിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലൂസ് ആയ ഇലക്ട്രോൺസ് ഫ്രീ റാഡിക്കലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു ഫൈനലി. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് നമുക്കൊരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ആണ് ഫൈനലി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് കാർബോ കാറ്റോൺ ആൻഡ് കാർബാനയോൺ കമ്പാരിസൺ ആണ്. കാർബോ കാറ്റോൺ എന്ന് പറയുന്നത് എന്താണ്? അയോൺ ഹാവിംഗ് സെൻട്രൽ കാർബൺ ആറ്റം വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇനി കാർബാനയോണിന്റെ കേസിലാണെങ്കിൽ സെൻട്രൽ കാർബൺ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാർബോ കാറ്റയോണിൽ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബാനയോണിന്റെ കേസിലാണെങ്കിൽ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ദെൻ കാർബോ കാറ്റയോണിന്റെ ജോമെട്രി ട്രൈഗണൽ പ്ലാനാർ ആണ്. കാർബാനയോണിന്റെ ജോമെട്രി പിരമിഡൽ. കാർബോ കാറ്റോൺ പാരാമാഗ്നറ്റിക് ആണ്. കാർബാനയോൺ ഡയാമാഗ്നറ്റിക് ആണ്. കാർബോ കാറ്റോൺ ഇലക്ട്രോഫിൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ കാർബാനയോണോ ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ കാർബോ കാറ്റോൺ എന്ന് പറയുന്നത് മോർ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. എന്തുകൊണ്ടാണ്? അതിന് 3 ഡോണർ മീഥൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺസ് ആൻഡ് ദെയർഫോർ ഗ്രേറ്റ്ലി സ്റ്റെബിലൈസ് ദി പോസിറ്റീവ് ചാർജ്. കാർബാനയോൺ എന്ന് പറയുന്നത് ലെസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാർബോ കാറ്റോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. കാർബാനയോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ദെൻ കാർബോ കാറ്റയോണിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. കാർബാനയോണിന്റെ കേസിലാണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ദെൻ കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിൽ നിന്ന് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇനി കാർബാനയോൺ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോഫിലിലേക്ക് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഇത് കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോഫിൽസ് എന്താ നമുക്ക് നോക്കാം. ഇലക്ട്രോഫിൽസിനെ നമ്മൾ 2 പാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ ആൻഡ് ഫിൽ. ഇലക്ട്രോ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ടുള്ള വേർഡാണ്. ഫിൽ എന്ന് പറയുന്നത് ലവിങ് എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പം ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽസ് എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇല്ലാത്ത സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോഫൈൽസിന് കൂടുതലുള്ളത്. ഇത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്പീഷീസ് ആയിരിക്കും. മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോഫൈൽസിന്റെ കേസിൽ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഹയർ ഡെൻസിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് ലോ ഡെൻസിറ്റി ഉള്ള ഏരിയയിലേക്കായിരിക്കും ആ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ് നടക്കുന്നത്. ദെൻ ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോഫിലിക് അഡീഷൻ ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഇതിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്നും റെപ്രസെന്റ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോണിയം അയോൺ, മീഥൈൽ കാർബോ കാറ്റോൺ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ദെൻ ന്യൂക്ലിയോഫൈൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയാം. അവര് ഇലക്ട്രോൺ റിച്ച് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബാക്കിയുള്ള കോമ്പൗണ്ട്സിന്. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്പീഷീസ്. ഇവിടെയും എന്താണ്? മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ലോ ഡെൻസിറ്റി ഏരിയയിൽ നിന്ന് ഹൈ ഡെൻസിറ്റി ഏരിയയിലേക്കാണ് ഇലക്ട്രോൺ മൂവ്മെന്റ് നടക്കുന്നത്. They undergo nucleophilic addition and nucleophilic substitution reactions. ന്യൂക്ലിയോഫിൽസിനെ നമ്മൾ ലൂയിസ് ബേസ് എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ക്ലോറൈഡ് അയോൺ, മീഥൈൽ കാർബാനയോൺ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ നമ്മുടെ ടോപ്പിക്സ്. താങ്ക് യു.